ഹലോ, ഐ എം ഡോക്ടർ അഷ്ന ഹിയർ. എനിക്ക് തോന്നുന്നൊരു 4 വീക്സ് എഗോ ഞാനൊരു വീഡിയോ ഇട്ടിട്ട് മുങ്ങിയതാണ്. പിന്നെ പൊങ്ങുന്നത് എപ്പോഴാണ് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ഞാൻ തന്നെ മോട്ടിവേഷനിലാ പോയതാണ്. എനിക്ക് നല്ല ഫ്യൂവറായിട്ടിരിക്കുകയാണ്. എൻ്റെ വോയിസ് അതുകൊണ്ട് പ്രോപ്പറല്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ട്, ഇഗ്നോർ മൈ ബാക്ക്ഗ്രൗണ്ട് വോയിസ്. സോ അങ്ങനെ അപ്പോൾ ഇന്ന് ഞാൻ കരുതിയൊക്കെ അത്ര പെർഫെക്ഷൻ അല്ലാത്ത ഒരു ഇംപെർഫെക്ഷൻ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന്. ലൈക്ക് മീൻസ് വീഡിയോ ക്വാളിറ്റി വൈസ് ആണെങ്കിൽ അത്ര ഫിൽറ്റർ ചെയ്തിട്ടൊന്നുമല്ല, റോ ആയിട്ട് തന്നെ സംസാരിക്കുകയാണ്, റോ ആയിട്ടുള്ള ടോപ്പിക് എടുക്കുകയാണ്. അങ്ങനെ വളരെ റോ ആയിട്ടാണ് പോകുന്നത്. ഞാൻ വിചാരിച്ചു ഇന്നൊരു ബേസിക് ടോപ്പിക്ക് നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഇന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ കരുതി. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ടു ബിക്കം ക്ലാസി. കേൾക്കുമ്പോൾ തന്നെ നല്ല ക്ലാസ് ഉണ്ടല്ലേ. സോ എങ്ങനെ ക്ലാസി ആകാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് റെസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, ഇത് ഇൻ ഈദർ ബോയ് ഓർ എ ഗേൾ, നമുക്ക് ആർക്കാണെങ്കിലും ഒരേപോലെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. സോ നമ്മളുടെ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ, അപ്പിയറൻസ് അല്ലെങ്കിൽ പേഴ്സണൽ ഹൈജീൻ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇത് ആരും നമ്മളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല, നമുക്ക് കുറച്ച് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. നിങ്ങളിട്ടിരിക്കുന്ന വസ്ത്രം ഒരുപക്ഷെ ശരിയായിട്ടുള്ള രീതിയിലല്ലെങ്കിൽ നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ ആൾക്കാർ കാണും, അല്ലെങ്കിൽ നിങ്ങളത് കറക്റ്റ് രീതിയിൽ ഡയറക്റ്റ് ചെയ്യാൻ ആൾക്കാർ കാണും. ഇത് നമ്മുടെ അടുത്ത് പുറമേ തന്നെ സംസാരിക്കുകയും ചെയ്യും. പക്ഷെ പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബാഡ് ഓർഡർ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ആരും പറയില്ല. സോ അവരെന്താണ് ചെയ്യുന്നത്, ഒരു 1 ഹാൻഡ് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുകയായിരിക്കും ചെയ്യുന്നത്. സോ അങ്ങനെ ആരും നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാത്തൊരു കാര്യമാണ് നമ്മുടെ ബോഡി ഓർഡർ അല്ലെങ്കിൽ ഫൗൾ സ്മെൽ ഫ്രം യുവർ ബ്രീത്ത്. നമ്മൾ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഔട്ട്ഫിറ്റ് ഡബിൾ ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് സ്മെൽസ് ഗുഡ്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സ്വെറ്റിംഗ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ കയ്യിലൊരു പെർഫ്യൂം കരുതുക. ഒരു മിനി പെർഫ്യൂം ഒക്കെ കിട്ടും. സോ അത് പെർഫ്യൂം കരുതുക, ഇടയ്ക്കിടയ്ക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ബ്രഷ് ചെയ്യുക, ടങ് ക്ലീൻ ചെയ്യുക വൺസ് ഇൻ എ വൈൽ, മീൻസ് ലൈക്ക് നോട്ട് ഇൻ എ റെഗുലർ ബേസിക് മൗത്ത് വാഷ് യൂസ് ചെയ്യുക. സോ അപ്പോൾ പേഴ്സണൽ ഹൈജീൻ്റെ ഭാഗം നമ്മുടെ അവിടെ ക്ലിയർ ആക്കി. നെക്സ്റ്റ് എന്ന് പറയുന്നത് പെൺകുട്ടികളാണെങ്കിൽ മേക്കപ്പ്, ഇപ്പം ആൺകുട്ടികളാണെങ്കിൽ ഗ്രൂമിങ്. സോ നമ്മൾ ഓവർ ലൈക്ക് ഐ ഡു മേക്കപ്പ്, നമ്മൾ ഒത്തിരി രീതിയിൽ നമ്മുടെ സ്കിൻ കളറിന് ആപ്റ്റ് ആവുന്ന ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കോമ്പാക്ട് അല്ലെങ്കിൽ കൺസീലർ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മുടെ സ്കിന്നിന് ആപ്റ്റ് ആവുന്ന രീതിയിലുള്ളത് വേണം യൂസ് ചെയ്യാൻ. നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് വാരി ഇട്ടതുപോലെ നമുക്കൊരിക്കലും തോന്നരുത്, അതങ്ങനെ പ്രസൻറ്റബിളായിട്ട് തോന്നില്ല. സോ നമ്മുടെ സ്കിൻ ടോൺ മനസ്സിലാക്കി, നമ്മുടെ ഫീച്ചർ മനസ്സിലാക്കി വേണം നമ്മൾ മേക്കപ്പ് ചെയ്യാൻ. ഹെയറൊക്കെ ആണെങ്കിൽ നല്ല നീറ്റായിട്ട് പ്രസൻറ്റബിളായിട്ട് വെക്കുക. പിന്നെ മെൻസിലേക്ക് പോവുകയാണെങ്കിൽ ഗ്രൂമിങ് പാർട്ട് എന്ന് പറയുമ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് മുടി ചെയ്യാതെ, ഡ്രസ്സ് അയൺ ചെയ്യാതെ, ദാറ്റ്സ് നമ്മൾ എങ്ങനെ ഉള്ള ഒരാളാണ് എന്നുള്ള ഫസ്റ്റ് ഇതാണ് നമ്മുടെ ഡ്രസ്സ് അയൺഡ് ആണോ പ്രോപ്പർലി, വെദർ ഇറ്റ്സ് എ ഗേൾ ഓർ ബോയ് ഹൂവർ ഇറ്റ് ഈസ്. നന്നായി വസ്ത്രം അയൺ ചെയ്യുക. ഇറ്റ് വോണ്ട് ടേക്ക് മച്ച് ടൈം ബ്രോ. സോ ഇറ്റ് വിൽ ടേക്ക് ഹാർഡ്ലി 10 or 15 minutes. That's it. ഓക്കെ, 10-15 മിനിറ്റ് എടുക്കുള്ളൂ. നിങ്ങൾ ഡ്രസ്സ് നന്നായി അയൺ ചെയ്യുക. പെൺകുട്ടികളാണെങ്കിൽ മേക്കപ്പിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് രണ്ടുമാണ് നമുക്ക് സെക്കൻഡായിട്ട് നമ്മൾ പ്രസൻറ്റബിൾ ആയിട്ടിരിക്കുന്ന കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യം ഇതുമായിട്ട് റിലേറ്റഡ് തന്നെയാണ്. നമ്മുടെ സ്കിൻ ടോണിനും നമ്മുടെ ശരീരത്തിനും സൂട്ടബിൾ അല്ലാത്ത വസ്ത്രം ധരിക്കുന്നത്, അത് മോഡസ്റ്റ് ആയിട്ടുള്ളതാണെങ്കിലും അല്ലാത്തുള്ള ക്ലോത്ത്സ് ആണെങ്കിലും നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ബോഡി ടൈപ്പ് അനുസരിച്ചിട്ട് വേണം നമ്മൾ വസ്ത്രം ധരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എനിക്കൊരു പർട്ടിക്കുലർ കളർ ഇഷ്ടമാണ്, അത് കണ്ട് എനിക്കിഷ്ടമായി, പക്ഷെ അതെനിക്ക് സൂട്ടബിൾ ആവണമെന്നില്ല. നമ്മളത് നമുക്ക് ആപ്റ്റ് ആവുന്ന രീതിയിൽ വേണം നമ്മൾ ധരിക്കാൻ. പിന്നെ അതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മിനിമൽ. ഇപ്പം ജ്വല്ലറി ഒരുപാട് ധരിക്കാൻ ആഗ്രഹമുള്ള വ്യക്തികളാണെങ്കിൽ പോലും യു ഡു വാട്ട് എവർ യു വാണ്ട്, വാട്ട് മേക്സ് യു ഹാപ്പി. പക്ഷേ അത് നിങ്ങൾ ഇടുന്ന ഔട്ട്ഫിറ്റുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അതുമായിട്ടൊരു ലിങ്ക് കണക്ഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ ലുക്ക് ചെയ്യും. ഇനി അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ഇപ്പം
അത് നമുക്കൊരു ലോങ്ങർ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മുടെ സ്കിന്നിലെ കാര്യമാണ് പറയുന്നുണ്ടെങ്കിൽ വിലയിലല്ല കാര്യങ്ങൾ ഇരിക്കണേ, എന്നിരുന്നാൽ പോലും ചീപ്പായിട്ടുള്ള സാധനങ്ങൾ ഇപ്പം ചില ആൾക്കാരുണ്ടായിരിക്കും, അത് അവർക്ക് ക്വാണ്ടിറ്റിയിലാണ് പ്രധാനം, ക്വാളിറ്റിയിലല്ല. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 10 എണ്ണം വാങ്ങുന്നൊരു പകരം ഒരു പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പം ജസ്റ്റ് ഇമാജിൻ ഒരു 100 റുപ്പീസിൻ്റെ ലിപ്സ്റ്റിക് ആണെന്ന് കരുതുക. ഇപ്പം ആൺകുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ ഒരു പേഴ്സ് 100 റുപ്പീസിൻ്റെ പേഴ്സാണ് കരുതുക. അങ്ങനെ നമ്മൾ 10 എണ്ണം വാങ്ങേണ്ടിയിരിക്കുന്നു അല്ലേ? ഒന്ന് പോയി ക്വാളിറ്റി ഇല്ല, ഒന്ന് പോയി ക്വാളിറ്റി ഇല്ല, ഒന്ന് പോയി ക്വാളിറ്റി ഇല്ല. സോ രാദർ ദാൻ ദാറ്റ് ഇൻവെസ്റ്റ്. ഇപ്പം നമ്മുടെ ബഡ്ജറ്റ് നമുക്ക് ഡെഫിനറ്റ്ലി ഹാവ് ടു സീ യുവർ ബഡ്ജറ്റ് നിങ്ങൾക്ക് നോക്കണം. ഒരു ഹൈ എൻഡ് പ്രോഡക്റ്റിലേക്ക് ജമ്പ് ചെയ്യാനല്ല ഞാൻ പറയുന്നത്, മീഡിയം ലെവൽ വിച്ച് യു ക്യാൻ അഫോർഡ്. ഓക്കെ, രാദർ ദാൻ ബൈങ് എ ചീപ്പ്. സോ അത് നിങ്ങളുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോങ്ങർ റണ്ണ് പോകണം, അതോടൊപ്പം തന്നെ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കണം. ഓക്കെ, അടുത്തെന്ന് പറയുമ്പോഴത്തേക്കിനും ബേസിക്കലി ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പം ഔട്ട്ഫിറ്റൊക്കെ ആണെങ്കിൽ ഒരു ബ്ലാക്ക്, ബ്ലൂ, ഡെനിം അതൊക്കെ ബേസിക് ആയിട്ടുള്ളതാണ് ഈ 2 ജെൻഡറിനും. അതുപോലെ ബ്ലാക്ക് ഒരു വൈറ്റ് ഷർട്ട് ഓർ ടീഷർട്ട് 2 ജെൻഡറിനും. അപ്പം നമ്മൾ ഒത്തിരി ഔട്ട്ഫിറ്റ് ഇല്ലെങ്കിൽ നമുക്കത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വിൽ ഗോ വിത്ത് എവറിത്തിങ്. സോ നമുക്കങ്ങനെ ഒരുപാട് കാര്യത്തിൽ അപ്പിയർ പ്രസൻറ്റബിൾ ആയിട്ട് നമുക്ക് ലുക്കിങ് ചെയ്ത് നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസ് ഒരുപാട് പേര് കാണും, സ്കൂൾ കുട്ടികൾ ഒരുപാട് പേര് കാണും. അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ദേ ആർ ഡിപ്പെൻഡിങ് ഓൺ സംബഡി എൽസ്, ഓൺ ദെയർ പേരൻസ്. സോ അപ്പോൾ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ ക്യാൻ ഇൻവെസ്റ്റ് ഓൺ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് നമ്മുടെ സംസാരം. നമ്മൾ ഒരാളുടെ അടുത്ത് എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ സംസാരിക്കുന്നു, ഇതിലിരിക്കും നമ്മുടെ ക്ലാസ് അല്ലേ? ഇപ്പം വി ഹാവ് ടു മെയിൻറ്റെയിൻ എ കോൺവെർസേഷൻ ബിറ്റ്വീൻ എൽഡർ, യങ്ങർ, ഓൾ ദ ഏജസ്. നിങ്ങൾ മിതമായി സംസാരിക്കാനോ നിങ്ങളുടെ പോയിന്റ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സ്പേസ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. മിതമായ സംസാരമാണ് ക്ലാസ് എന്നും ഞാൻ പറയില്ല. ഹാവ് ടു മേക്ക് യുവർ പോയിന്റ് വേർ എവർ യു വാണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക. ശബ്ദമുയർത്തേണ്ട സ്ഥലങ്ങളിൽ, ശബ്ദം ഇൻ ദ സെൻസ് വോയിസ് റേസ് ചെയ്യല്ല, ഇപ്പം എന്താ പറയണ്ട, പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ നിലനിർത്തി പോകണം. അത് ക്ലാസ് തമ്മിൽ സൈലൻസ് ക്ലാസ് തമ്മിൽ ഒരു ബന്ധമില്ല. പക്ഷേ സംസാരിക്കുമ്പോൾ നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തി സംസാരിക്കാതിരിക്കാം. മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്സ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ ബ്ലണ്ടർ പറഞ്ഞാലും നമ്മൾ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ നോക്കുക. സോ ഇഫ് യു ഡോണ്ട് വാണ്ട് വേസ്റ്റ് യുവർ എനർജി ദാറ്റ് ടൈം, ബി സൈലൻറ്റ്, കീപ് സൈലൻറ്റ്. അധികം നമ്മൾ 2-3 ആയിട്ട് നമ്മൾ അവിടെ സംസാരിച്ച് നോക്കിയിട്ട് ഓക്കെ എനർജി ആയിട്ട് മാച്ച് ആവുന്നില്ല, ദേ ആർ നോട്ട് ഗോയിങ് ടു അണ്ടർസ്റ്റാൻഡ് എന്ന സംഭവം വരുവാണെന്നുണ്ടെങ്കിൽ ബെറ്റർ കീപ് സൈലൻസ്. ആ ഒരു സിറ്റുവേഷനിൽ മാത്രം. അല്ലാതെ നിങ്ങളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നിങ്ങൾക്ക് സോഡ ലൈം തന്നു, ഓർഡർ ചെയ്ത് തന്നു, അതിനകത്ത് ലൈമില്ല, ഞാൻ ക്ലാസ് ആണ് അതുകൊണ്ട് ഞാനത് കംപ്ലൈൻറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഇരിക്കരുത്. ഫൂളിഷ്നെസ് ആണ്. സോ യു ഹാവ് ടു റേസ് യുവർ കംപ്ലൈൻറ്റ് ദെയർ, യു ഹാവ് ടു സ്പീക്ക് ഫോർ യുവർ സെൽഫ്. ഇങ്ങനത്തുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുക, സ്ഫുടമായി സംസാരിക്കുക, ഒച്ചപ്പാടും ബഹളം ഒന്നും ഉണ്ടാക്കരുത്. ബി പൊളൈറ്റ് വിത്ത് പീപ്പിൾ. ഓൾവേസ് പീപ്പിൾ ഗോയിങ് ടു അട്രാക്ട് യു വിത്ത് യുവർ പൊളൈറ്റ്. നിങ്ങൾ വളരെ പൊളൈറ്റായിട്ട് നിങ്ങൾ നിൽക്കുകയെങ്കിൽ നിങ്ങൾക്ക് 2 ബെനിഫിറ്റ് ഉള്ളത്. അവർക്ക് നിങ്ങളോടുള്ള അട്രാക്ഷനും മതിപ്പും കൂടും, അതോടൊപ്പം തന്നെ നിങ്ങളുടെ വാല്യൂ റേസ് ആകും. ഒരിക്കലും നിങ്ങൾ അവിടെ താഴാൻ അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രേഡ് ചെയ്യാൻ പോകുന്നില്ല. സോ ഓൾവേസ് യു ഹാവ് ടു ബി പൊളൈറ്റ് വിത്ത് ഈച്ച് ആൻഡ് എവറിബഡി. എല്ലാവരോടും നിങ്ങൾ ഭയങ്കര പൊളൈറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. ദാറ്റ് വിൽ മേക്ക് യു ക്ലാസി. ദാറ്റ്സ് എന്താ പറയുക, ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസിലൊന്നും അല്ല കാര്യം, ഒരാളുടെ ബിഹേവിയറിലാണ്. റൈറ്റ്, ഐ മീൻ റൈറ്റ്. ഇപ്പം നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പെൺകുട്ടിയെ കാണാം, അവിടെ ബിഹേവിയർ ശരിയല്ലെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നോബഡി ഈസ് ഗോയിങ് ടു ലൈക്ക് ഹർ. റൈറ്റ്, മെൻസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. കാണാൻ ഭയങ്കര ഹാൻസം ചെക്കൻ, അവൻ്റെ ക്യാരക്ടർ ശരിയല്ല എങ്കിൽ അല്ലെങ്കിൽ അവൻ്റെ ബിഹേവിയർ ശരിയല്ല എങ്കിൽ, സംസാരിക്കുന്ന വേ പ്രോപ്പർ അല്ല എങ്കിൽ നോബഡി ഈസ് ഗോയിങ് ടു അട്രാക്ട് ഹിം. റൈറ്റ്, നമുക്ക് അവിടെ അട്രാക്ഷൻ വേണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വാല്യൂ യുവർ സെൽഫ്. റൈറ്റ്, നമുക്കൊരു വാല്യൂ ഉണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യണം. സോ ബി പൊളൈറ്റ്. എല്ലാവരോടും പൊളൈറ്റായിട്ട് ബിഹേവ് ചെയ്യുക, കൈൻഡ്നെസ് കാണിക്കുക,
സോ നിങ്ങൾ അവരോട് കൈൻഡ്നെസ് കാണിച്ചാൽ അവർ തിരിച്ച് ചിലപ്പം കൈൻഡ്നെസ് ഡോണ്ട് എക്സ്പെക്ട് ചെയ്തില്ലെന്ന് വരാം. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഫ്രം എനിവേ എവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് അതിനുള്ള റിട്ടേൺ കിട്ടിയിരിക്കും. ദാറ്റ് മേക്സ് യു ക്ലാസി റിയലി. ഇപ്പോൾ ഒരു റൂഡായിട്ട് സംസാരിക്കുന്ന ആളുടെ അടുത്ത് തിരിച്ചും വോയിസ് റേസ് ചെയ്ത് 2 ഷോയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെന്താ ഇത്. സോ ലീവ് ഫ്രം ദാറ്റ് സ്പേസ്, ലെറ്റ് ദം പാർക്ക്. അപ്പോൾ അവിടെ ഇരിക്കാൻ പോകുന്നത് അവരുടെ തന്നെ വിലയാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്ലാസ് ആക്കാം. അതിന് എക്സ്പെൻസീവ് ക്ലോത്ത്സോ അല്ലെങ്കിൽ ഷോ ഓഫ് ചെയ്യാൻ കുറച്ച് ബ്രാൻഡോ, ഒരിക്കലും ബ്രാൻഡ് ഇതൊന്നും ഞാൻ ഷോ ഓഫ് ആണെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് സ്റ്റിൽ സം പീപ്പിൾസ് കൺസിഡർ അങ്ങനെയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അപ്പം ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് ക്ലാസ് ആയിട്ടിരിക്കാൻ. ഇതാണ് റിയൽ ക്ലാസ്. ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ ജഡ്ജ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്ന രീതിയുണ്ട്, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളെ കൺസിഡർ ചെയ്യുന്ന വേ തന്നെ നമുക്ക് നല്ല ഡിഫറെൻ്റ് ആയിട്ട്, നമുക്ക് മാത്രമല്ല അപ്പം നമുക്ക് നമ്മളോട് തന്നെ ഒരു കോൺഫിഡൻറ്റ് തോന്നും. ഓക്കെ, നമുക്ക് തന്നെ നമ്മളോടൊരു കുറച്ച് വില തോന്നും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലാസ് ആയിട്ടിരിക്കാം, പോസിറ്റീവായിട്ടിരിക്കാം. ഐ ഹോപ്പ് യു റിയലി എൻജോയ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. സോ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ബൈ ഫ്രം ഡോക്ടർ അഷ്ന. ടേക്ക് കെയർ.